അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു കിഡിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കിഡിലും വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോയാലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു കിഡിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈച്ചക്കോപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ട് കാണാൻ വഴിയുണ്ട്. കാരണം ഉല്ലാസ് ഓൺലൈൻ എന്ന് പറയുന്ന നമ്മുടെ ഫോട്ടോഗ്രാഫി യൂട്യൂബ് ചാനൽ അടിപൊളിയാക്കിയ ഒരു സീരീസാണ് ഈച്ചക്കോപ്പി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഈച്ചക്കോപ്പി സീരീസുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈച്ചക്കോപ്പി 2.0 എന്നൊക്കെ പറഞ്ഞ് ഒരുപാടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളും വിചാരിക്കുന്നതാണ് അങ്ങനെ ഒരെണ്ണം തട്ടിക്കൂടണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതാണ്. അപ്പം ഒരുപാട് പേര് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്, അങ്ങനെ ഒരെണ്ണം ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈച്ചക്കോപ്പി ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അതിന് പേരിട്ടിരിക്കുന്നത് ഈച്ചക്കോപ്പി ഈച്ചക്കോപ്പി 007. ഓക്കെ, ഇനി അങ്ങനെ ആയിരിക്കും നമ്മുടെ ആ സീരീസിന് പേര് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം കാണുക. ഇന്ന് ഏത് ഫോട്ടോയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി അവസാനം വരെ കാണുക. ആർക്കെങ്കിലും ഈച്ചക്കോപ്പി എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ പറഞ്ഞുതരാം. വേറൊരാൾ എടുത്ത ഫോട്ടോ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ റീക്രിയേറ്റ് അല്ലെങ്കിൽ അടിച്ചു മാറ്റിയിട്ട് റീക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഈച്ചക്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഫോട്ടോ ഏതാണെന്ന് നോക്കാം. ഇന്നത്തെ ഫോട്ടോ ഇവിടെ വരും. ഓക്കെ, പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ID അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇത് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തൊക്കെയാണ് എന്ന് അടുത്തതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കണ്ടേ. അപ്പം അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതിനകത്ത് ഈ ഫോട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിനകത്തൊരു ചേമ്പലയ്ക്കകത്ത് കുറച്ച് വെള്ളം വേണം. അപ്പം അത് കഴിഞ്ഞിട്ട് അതിനകത്തൊരു ഫിഷ് ഉണ്ട്. ഓക്കെ, അതും കൂടെയൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാൻ പോവാം. നമുക്ക് അതുമേ ചേമ്പല എടുക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പല അത് എടുത്തിട്ടുണ്ട്. ഇതിലും ചെറുത് കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. കാരണം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ ഒരു ചേമ്പലയാണ്. പക്ഷേ എനിക്ക് ഇത്രയും ചെറുതൊക്കെ എനിക്ക് കിട്ടിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനിയും ഇവിടെ പിടിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഓക്കെ, ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നേരെ പിക്ചറിലൂടെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം സ്റ്റിക്കർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പോവുക. അതിനുശേഷം ഫിഷ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുമ്പം ഇതേപോലെ ഇഷ്ടംപോലെ ഫിഷ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടംപോലെ സ്റ്റിക്കർ ഫിഷ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പിക്ക് തിരഞ്ഞെടുക്കാം. ചിലപ്പം നമ്മൾ ഫോട്ടോ കണ്ട പോലുള്ള പിക്കല്ല, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, നമ്മളിപ്പം ഫോട്ടോ കോപ്പി അടിക്കുന്നു എന്ന് വിചാരിച്ച് അത് പോകുന്നില്ല, നമുക്കിഷ്ടത്തിന് മാറ്റാം. അതുകൊണ്ടാണ് ഞാൻ വേറൊരു ഫിഷ് നോക്കട്ടെ. ഓക്കെ, നെറ്റ് ഓൺ ആയിരിക്കണം ഈ സ്റ്റിക്കർ സെർച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ സ്റ്റിക്കർ നോക്കട്ടെ. ഓക്കെ, സ്റ്റിക്കർ ഒരു റെഡ് മീനെ ഞാൻ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക. ജസ്റ്റ് ആ ഒരു സൂം ചെയ്തതിന് ശേഷം ആ ഒരു വെള്ളത്തിനകത്ത് ഇരിക്കുന്ന രീതിയിൽ വേണം ജസ്റ്റ് അത് നോക്കുക. ശേഷം ഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, ഇതിൽ ഡ്രോ എടുക്കുക. അതിനുശേഷം ആ ബ്രഷിൻ്റെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ അവിടെ ആ ഒരു ബ്രഷ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അഡ്ജസ്റ്റും ഒപ്പാസിറ്റിയും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം കണ്ടോ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഒന്ന് സെറ്റ് കൊടുക്കുക. സൂം ചെയ്തതിന് ശേഷം ജസ്റ്റ് കണ്ടോ ആ വാലിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊരു ഷാഡോ കൊടുക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് കൊടുക്കുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അതിനകത്ത് ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഈ ചെറിയതായിട്ടൊരു ഷാഡോ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഏകദേശം ആ ഒരു ഭാഗത്തെല്ലാം നമ്മൾ ഉണ്ടോ ഒരു ചിറകിൻ്റെ ആ ഒരു ഭാഗത്തെല്ലാം നമ്മൾ ജസ്റ്റ് ഒരു ഷാഡോ ഇട്ട് കൊടുക്കുന്നു. ഉണ്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷാഡോ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഇനി ഇതിൻ്റെ ഫൈനൽ എഡിറ്റിംഗ് ഒക്കെ ഒന്ന് കാണാം. ഫൈനൽ എഡിറ്റിംഗ് ലൈറ്റ് റൂമിലേക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഫൈനൽ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി നമുക്ക് 2 ഫോട്ടോയും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ ഫോട്ടോഗ്രാഫി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈച്ചക്കോപ്പി സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി ഇതുപോലുള്ള വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ എല്ലാവർക്കും ബൈ.